ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4ആയ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്പിൾ ചെയ്യുക എന്നാണ് നമ്മൾ അല്ലെ, ഏതൊക്കെ നമ്പർ ഐഡന്റിറ്റീസിനെ മൾട്ടിപ്പിൾ ചെയ്യുക എന്നാണ്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ താഴെ എഴുതുക പ്രൊഡക്റ്റ് ഓഫ് സം, സമ്മിന്റെ സം ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് ഓഫ് സം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ ഓഫ് സൈഡ് 26 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്നാണ്. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? സൈഡ്സ് എന്ന് പറഞ്ഞാൽ 26ഉം 5ഉം. അപ്പൊ ലാർജ് സൈഡ് 26ഉം സ്മാൾ സൈഡ് 5ഉം. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് ബുദ്ധിമുട്ടില്ല, 26 into 5 എന്ന് എഴുതി വരണം. പക്ഷെ 26 into 5 എന്ന് എഴുതാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് വേറൊരു ടെക്നിക്ക് ഒരു പറയുന്നുണ്ട്. ഈ 26നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 20 plus 6 ആക്കി മാറ്റി എഴുതാം. അപ്പൊ ഞാൻ ഇത് ഈ ലെങ്ത്തിന് എന്താക്കി ആദ്യം 20 ആണ്. പിന്നെ ഇവിടെ 6 ഒന്ന് ആഡ് ചെയ്താൽ മതിയല്ലോ. 6 ആഡ് ചെയ്തു. പിന്നെ അപ്പൊ ഈ വിടുത്ത് മാറ്റല്ല, അല്ലെങ്കിൽ വിടുത്ത് മാറ്റല്ല, എത്രയാണ്? 5 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 20 into 5. ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 6 into 5. മൾട്ടിപ്ലൈ എത്ര കിട്ടും? അല്ലെ, 100. ഇത് 30. ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇതുമായിട്ട് ഈക്വൽ ആണ് കിട്ടും. അപ്പൊ 130 ആണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് നോക്കി എഴുതി നോക്കാം. ഏരിയ ഈക്വൽ ടു എങ്ങനെയായിരുന്നു? 20 into 5 പ്ലസ് 6 into 5. അപ്പൊ എത്രയായി? 100 plus 30 ഈക്വൽ ടു 130 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ വന്നത്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 26 സെന്റിമീറ്റർ ആൻഡ് 15 സെന്റിമീറ്റർ? ഇവിടെ എന്താണ്? 26ഉം 15 ആണ്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 26 into 15 ആണ്. അപ്പൊ ഇവിടെ 15 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും നോക്കാം. നമുക്ക് എളുപ്പത്തിൽ മാർഗം 10 plus 5 ആണ്. 26നെ എങ്ങനെ മാറ്റാം? 20 plus 6. അപ്പൊ ആദ്യം ഞാൻ 20യും 10 ഉള്ളൊരു റെക്ടാങ്കിൾ വരച്ചു. ഇനി മുകളിൽ ബാക്കിയൊക്കെ മതി. 20യും അതേപോലെ ഒരു 5ഉം. അപ്പൊ എന്താ മതി? നമുക്ക് ഈ ലെങ്ത് ഈ 15 റെഡിയായി. അപ്പോഴും 20 ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഇനി എത്ര ആഡ് ചെയ്താൽ മതി? ഒരു 6 ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പൊ 6 ഇങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ മാറ്റുന്നത് 10 ആണ്. പിന്നെ മുകളിൽ എത്ര ഇനി ആഡ് ചെയ്യേണ്ടി വരും? അല്ലെ, ഇവിടെ ബാലൻസ് വരുമ്പോ ഇവിടെ 6, ഇവിടെ 5. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര? 20 into എത്ര വരിക? 10. ഇതിന്റെ എത്ര വരിക? 20 into 5. ഇതിന്റെ 10 into അല്ലെങ്കിൽ 6 into 10. ഇവിടെ എന്താ? 6 into 5. ഇതൊക്കെ പാടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലാണ് നമുക്ക് ഇതിന്റെ എന്ത് വരുന്നത്? ഏരിയ വരുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഏരിയ ഈക്വൽ ടു 26 into 5 15 ഈക്വൽ ടു ഫസ്റ്റ് 20 into 10 പ്ലസ് അടുത്ത 20 into 5, അടുത്തത് 6 into 10 പ്ലസ് 6 into 5. 20 into 10 എന്ന് പറഞ്ഞാൽ എത്ര? 200. 20 into 5 എന്ന് പറഞ്ഞാൽ 100. 6 into 10 എന്ന് പറഞ്ഞാൽ 60. 6 into 5 എന്ന് പറഞ്ഞാൽ 30. ഒക്കെ പാടെ ആഡ് ചെയ്യാം. 390 ആണ് വരുന്നത്. ഇത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ റെക്ടാങ്കിൾ ഒന്ന് ഒഴിവാക്കി കളഞ്ഞാൽ പറ്റൂലേ? അല്ലെ, നമ്മൾ റെക്ടാങ്കിൾ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ 15 ആദ്യം എങ്ങനെ ചെയ്തിരുന്നു? 10 plus 5. പിന്നെ എങ്ങനെ 26നെ 20 plus 6 ആക്കി മാറ്റിയിരുന്നു. അപ്പൊ ആക്ച്വലി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്നുണ്ട് അല്ലെ പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം എഴുതിയത് 26 into 5 ആണ്. പിന്നെ അടുത്ത് ഞാൻ എഴുതിയത് ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതാണ്. 26നെ എങ്ങനെ? 20 plus 6ഉം ഇൻറ്റു ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 15നെ 10 plus 6 ആക്കി, 10 plus 5 ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് 20 into 10 മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത് 20 into 5, അതല്ലേ അടുത്ത് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത് 6 into 10, അതല്ലേ ഇവിടെ അടുത്ത് എഴുതിയിട്ടുള്ളത്. അടുത്ത് 6 into 5, അതല്ലേ ഇവിടെ. അപ്പൊ ഇതിന് ശേഷം വരുന്ന സ്റ്റെപ്പ് സെയിം ആണ് അല്ലെ എന്ന് പറഞ്ഞാൽ ബാക്കി അടുത്ത സ്റ്റെപ്പ് എന്താ? 200, 100
അല്ലെ 30 60 എത്ര വരിക 390. അപ്പൊ ഈ ഇങ്ങനെ റെക്ടാങ്കിൾ വരച്ച് എന്ത് ചെയ്യണ്ട നമ്മൾ കണ്ടുപിടിച്ച് സമയം കളയണ്ട. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേപോലെ മോഡൽസ് നമുക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ 31 into 51. അപ്പൊ 31 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 30 plus 1 ആക്കി കൂടെ? നമുക്ക് ലാസ്റ്റ് നമ്പർ 0 ആയ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആവും. അതുകൊണ്ടാണ് 30 plus 1. 51 എങ്ങനെ മാറ്റി എഴുതാം? 50 plus 1. അപ്പൊ 31 into 51 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 30 plus 1 into അല്ലെ 50 plus 1. അപ്പൊ 13 into 50 ആദ്യ സ്റ്റെപ്പ് പ്ലസ് 30 into 1. 13 into 1 പ്ലസ് അടുത്ത് 1 into 50 പ്ലസ് 1 into 1 equal to 30 into 50 ആണ് 3 into 5 15 പിന്നെ 2 0. 13 into 1 30. 15 into 1 50. 1 into 1 1 തമ്മിൽ ആഡ് ചെയ്യാം. 1500 plus 30 50 1 1 8 5 1. അപ്പൊ 1581 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത്. നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ സാധാരണ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാൻ മതി. അപ്പൊ 6 1/2 എങ്ങനെ എഴുതിയാണ്? 6 plus 1/2. 8 1/3 എങ്ങനെ എഴുതി? 8 plus 1/3. അത്രയേ ഉള്ളൂ. ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാം. 6 1/2 into 8 1/3 equal to എത്രയാണ്? 6 plus 1/2 into 8 1/8 plus 1/3 മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 8 plus 6 into 1/3 6 into 1/3 plus 1/2 into 8 plus 1/2 into 1/3 equal to 6 into 8 48 plus 6/3 2 8/2 4 അല്ലെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 1 1 2 into 3 6 48 plus 2 50 50 plus 4 54 plus 1/6. ഇനി മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഈ പ്ലസ് മാറ്റി കൊടുത്താൽ പോരെ? അപ്പൊ അതെന്തായി? 54 1/6 മിക്സഡ് ഫ്രാക്ഷനിലേക്ക്. ഇതിന് ഇങ്ങോട്ട് തിരിച്ച് ഫ്രാക്ഷൻ മാറ്റി ചെയ്താൽ നമ്മൾ സെൻട്രൽ പ്ലസ് കൊടുത്തിരുന്നു. നേരെ റിവേഴ്സ് എന്ന് പറയാം, പ്ലസിന് മാറ്റി കളയാം. അപ്പൊ റിസൾട്ട് എന്താണ്? ഫോർ എനി പോസിറ്റീവ് നമ്പർ x, y, u, v, x plus y into u plus v equal to xu plus xv plus yu plus yv. അല്ലെ? ഈ റിസൾട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നേരത്തെ ആരമാർക്ക് ഇട്ട് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 64. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെന്റലി ഫൈൻഡ് ദി പ്രൊഡക്ട്സ് ബിലോ. ഏതൊക്കെയാണ്? 71 into 91, 42 into 62, 10 1/2 into 6 1/2, 9.5 into 3.5, 10 1/4 into 6 1/4. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 71 into 91. അപ്പൊ 71 എങ്ങനെ മാറ്റി എഴുതാം? 70 plus 1. 91 എങ്ങനെ മാറ്റി എഴുതാം? 90 plus 1. അപ്പൊ എന്ത് ചെയ്യാം? 71 into 91 equal to 70 plus 1 into 90 plus 1. മൾട്ടിപ്ലൈ ചെയ്യാം. 70 into 90 plus അടുത്ത് 70 into 1 70 into 1 plus 1 into 90 1 into 90 plus 1 into 1 1 into 1. 70 into 90 ആണ്. 7 into 9 63. പിന്നെ 2 0 ഇട്ടു. 7 into 0 70 into 1 എന്നാണ് 70. 1 into 90 എന്നാണ് 90. 1 ഇനി എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ 6300 70 90 1. അപ്പൊ എത്ര ആഡ് ചെയ്തിട്ടാ? 0 ഒക്കെ പാടെ ആഡ് ചെയ്യാം. അപ്പൊ എന്താവും? 1 അല്ലെ? ഇവിടെ എത്രയായി? 6 4 6. അപ്പൊ എന്താവും?
6461 ആണ് ഇതിന്റെ ആൻസർ. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 42 into 62. 42 എങ്ങനെ മാറ്റി എഴുതാം? 40 plus 2. 62 എങ്ങനെ മാറ്റി എഴുതാം? 60 plus 2. അപ്പോൾ 42 into 62 equal to 40 plus 2 into 60 plus 2 equal to 40 into 60. 40 into 60 plus 40 into 2. 40 into 2 plus 2 into 60. 2 into 60 plus 2 into 2. അപ്പോൾ 14 into 60 ആണ് 4 into 6 24. പിന്നെ 2 0 2. 40 into 2 80. 2 into 60 120. 2 into 2 4. എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ 2 4 0 0 plus 80 plus 120 plus അടുത്ത് 4. അപ്പൊ എന്തായി? 4 10 5 plus 6 എത്രയാണ്? 2. അപ്പൊ 2 6 0 4 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 10 1/2 നെ 10 plus 1/2. 6 1/2 നെ 6 plus 1/2. അപ്പൊ 10 1/2 into 6 1/2 equal to എന്താക്കാം? 10 plus 1/2 into 6 plus 1/2. 10 into 6 plus 10 into 1/2. 10 into 1/2 plus 1/2 into 6. 1/2 into 6 plus 1/2 into 1/2. 1/2 into 1/2. 6 into 10 60. 10/2 എന്ന് പറഞ്ഞാൽ 5. 6/2 എന്ന് പറഞ്ഞാൽ 3. 1/2 into 1/2 എന്ന് പറഞ്ഞാൽ 1/4. ഇനി equal to 60 plus 5 65. 65 plus 3 എന്ന് പറഞ്ഞാൽ 68 plus 1/4. ആ പ്ലസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറി. 68 1/4 ആയി. ഇനി ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ? 9.5 into 3.5. 9.5 എങ്ങനെ മാറ്റി എഴുതാം? 9 plus 0.5. 3.5 എങ്ങനെ മാറ്റി എഴുതാം? 3 plus 0.5. മൾട്ടിപ്ലൈ ചെയ്യാം. 9.5 into 3.5 equal to 9 plus 0.5 into 3 plus 0.5. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 9 into 3. 9 into 3 plus 9 into 0.5. 9 into 0.5 plus 0.5 into 3. 0.5 into 3 plus 0.5 into 0.5 into 0.5. 9 into 3 എന്ന് പറഞ്ഞാൽ 27 plus അടുത്ത 9 into 0.5 എന്ന് പറഞ്ഞാൽ 45 ആണ്. ഒരു പോയിന്റ് കഴിഞ്ഞു. അപ്പൊ 4.5 plus അടുത്ത് 3 into 0.5 15 ആണ്. ഒരു പോയിന്റ് ഇടണം. അപ്പൊ 1.5 plus 0.5 into 0.5 25 ആണ്. 5 into 5 2 പോയിന്റ് 1 2 ആണ്. അപ്പൊ 2 പോയിന്റ് പൊസിഷൻ കഴിഞ്ഞ് പോയിന്റ്. അപ്പൊ 0.25. ഇതൊക്കെ പാടെ ആഡ് ചെയ്യാം. ഇപ്പൊ 27 ഇട്ടു. ഇവിടെ 0.25 ഉണ്ടായതുകൊണ്ട് 0.20 ഇട്ടു. പിന്നെ 4.5 ഉണ്ട് 0 ഇട്ടു. 1.0 ഇട്ടു. 0.25 ഇട്ടു. ഇവിടെ 5 10 12 പോയിന്റ് 7 plus 4 11 12 13 that is 33.25 ആണ് ആൻസർ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ? 10 1/4 into 6 1/4. 10 1/4 എങ്ങനെ മാറ്റിയതാ? 10 plus 1/4. 6 1/4 എങ്ങനെ മാറ്റിയതാ? 6 plus 1/4. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻ സാധാരണ ഫ്രാക്ഷനിലേക്ക് മാറ്റി into 6 1/4 equal to 10 plus 1/4 into
6 plus 1 by 4. You multiply 10 into 6 plus 10 into 1 by 4 plus 1 by 4 into 6 plus 1 by 4 into 1 by 4 equal to 10 into 6, 60. 10 by 4 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 10 by 4 അല്ല, കംപ്ലീറ്റ് ആയിട്ട് പോലുള്ള പോയിന്റ് വരും. അപ്പൊ അവിടെ നോക്കാം. പ്ലസ് 6 by 4 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, അതേപോലെ പ്ലസ് 1 into 1 1 4 into 4 എന്നാണ് 16. തമ്മിൽ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താവും 60 പ്ലസ് 10 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 by 16. 10 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ? 10 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 by 16. ഈ 1 by 6 ഒന്നും കാട്ടണ്ട, അത് അവിടെ നോട്ടെ, നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാനുള്ളതാണ്. അപ്പൊ 60 പ്ലസ് 16 by 4 എന്നാണ് 4 പ്ലസ് 1 by 16. എത്രയായി? 64 പ്ലസ് 1 by 16. ഈ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റിയ 64 1 by 16 ആണ് ഇതിന്റെ മിക്സഡ് ഫൈനൽ ആൻസർ അല്ലെ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 64 1 by 16. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, the product of two numbers is 1400 and their sum is 81. What is the product of the number next to each? Product of two next to each. The product of two numbers is product of two numbers സാധാരണ numbers natural numbers ആണ്. അപ്പൊ ഞാൻ two numbers സെലക്ട് ചെയ്തു. അത് ആരൊക്കെ എടുക്കുകയാണ്? ഞാൻ ആരൊക്കെ എടുക്കുകയാണ്? എക്സും വൈ ആക്കി. അപ്പൊ എന്താണ്? two natural numbers x, y അല്ലെങ്കിൽ two numbers ആക്കി എടുത്താലും മതി, natural number ഇല്ലെങ്കിലും കുഴപ്പമില്ല, numbers എടുക്കണം. ഇനി എന്ത് പറഞ്ഞു? to product എത്രയാണ്? 1400 പ്രൊഡക്റ്റ് എത്രയാണ്? അപ്പൊ എക്സും വൈയുടെ പ്രൊഡക്റ്റ് എത്രയായി? 1400. and their sum എത്ര? 81. x plus y equal to 81. ഇനി അടുത്ത് പറയണത് എന്താണ്? വാട്ട് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പർ നെക്സ്റ്റ്. അടുത്ത നമ്പറുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റുകൾ എന്താണെന്ന് പറഞ്ഞത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ആൾജിബ്രിക് ഫോം എഴുതേണ്ടി വരും. നാച്ചുറൽ നമ്പേഴ്സിന്റെ ആൾജിബ്രിക് ഫോം എങ്ങനെ നമ്മൾ എഴുതുക? നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, 1 2 3 4 ആണ്. ഈ 1 ഈ 2 നമുക്ക് എങ്ങനെ ഈ 1 എഴുതാൻ പറ്റുക? 1 plus 1. ഈ 3 എങ്ങനെ 1 ഒപ്പം എഴുതാൻ പറ്റുക? 1 plus 2. 4 എങ്ങനെ 1 എഴുതാൻ പറ്റുക? 1 plus 3. ഞാൻ 1 x ആക്കി എടുത്തു. അപ്പൊ x plus 1 x plus 2 x plus 3. അപ്പോ ഫസ്റ്റ് നമ്പർ x ആക്കി എടുത്തു. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? x plus 1 ആണ്. അപ്പൊ താഴെ എഴുതുക the two consecutive counting numbers എന്ന് പറഞ്ഞാൽ ആരും കൂടിയാണ്? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സും കൂടിയാണ്. ആരൊക്കെയാണ്? x ന്റെ കേസിൽ x plus 1, y ന്റെ സ്ഥാനത്ത് എന്താവും? y plus 1. ഇനി അതിനെ നെക്സ്റ്റ് നമ്പേഴ്സിന് തമ്മിൽ പ്രൊഡക്റ്റ് അഥവാ x plus 1 into y plus 1 എന്ന് മൾട്ടിപ്പിൾ ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം x into y ആദ്യം മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പൊ x y പ്ലസ് അടുത്ത് x into 1 പ്ലസ് 1 into y പ്ലസ് 1 into 1. ഇനി എന്ത് ചെയ്തു? x y 1 into x 1 into y 1 into 1 1. ഈ x y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 1400. x plus y എന്ന് പറഞ്ഞാൽ എത്ര? 81. അതെന്ത് ഇതായി? ഇവിടെ എഴുതിയാൽ മതി. 1400 പ്ലസ് 81 അല്ലെ? x plus y 81 പ്ലസ് 1 തമ്മിൽ ആഡ് ചെയ്യാം. 1400 പ്ലസ് 81 പ്ലസ് 1 2841. അപ്പൊ 1482 ആണ് ഇതിന്റെ നെക്സ്റ്റ് 2 കൗണ്ടിങ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വന്നത്. ഈ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ, ദി പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പർ ഈസ് 621 ആൻഡ് their sum is 50. What is the product of odd next to each? നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്. അപ്പൊ 2 odd numbers ഞാൻ ആരൊക്കെ എടുത്തു? എക്സും വൈ എടുത്തു.
അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ ആവും? എക്സ് വൈ ഈക്വൽ ടു 621. സം എന്ന് പറഞ്ഞാൽ 50 ആണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50. ഈ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ നെക്സ്റ്റ് നമ്പർ ഏതാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7 എക്സെട്ര. ഞാൻ 1 എടുത്ത് 3നെ 1ഉമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 1 പ്ലസ് 2. ഇതിനെ 5നെ 1ലേക്ക് 1 പ്ലസ് 4. 7നെ എങ്ങനെ 1 പ്ലസ് 6. ഈ 1നെ എന്താക്കി മാറ്റിയ എക്സ് ആക്കി എടുക്കുക. അപ്പൊ എക്സ്, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 6. അപ്പൊ ആൽജിബ്രിക് ഫോമിലേക്ക് മാറ്റി. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ എക്സ് എടുത്തു. അടുത്ത നമ്പർ എന്ന് ആരാ? എക്സ് പ്ലസ്. അപ്പൊ ഇതിന്റെ ചോദ്യമാണ് ഓഡ് ആണെങ്കിൽ കിട്ടി, ഈവൻ ആണെങ്കിലോ? ചിലപ്പോ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഓഡ് മാറിയിട്ട് എന്താക്കാം, ഈവൻ ആയി ചോദിച്ചാൽ ബുദ്ധിമുട്ടാവൂലേ? അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കൊടുത്തു, 4 കൊടുത്തു, 6 കൊടുത്തു, 8 കൊടുത്തു, എക്സെട്ര. 2 ഇട്ടു. 4 2ഉമായിട്ട് എങ്ങനെ എഴുതാ? 2 പ്ലസ് 2. 6 2ഉമായിട്ട് എങ്ങനെ എഴുതാ? 2 പ്ലസ് 4. 8 2ഉമായിട്ട് എങ്ങനെ എഴുതാ? 2 പ്ലസ് 6 എക്സെട്ര. എക്സിന് എന്ത് കൊടുത്തു? 2ന് എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. അപ്പൊ എക്സ്, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 6 എക്സെട്ര. അപ്പൊ നെക്സ്റ്റ് ടേം ഓഡിലും ആരാണ്, ഈവനിലും ആരാണ്? എക്സ് പ്ലസ് 2 ആണ്. ഇത് ഓഡ് അല്ല, ഇത് ഈവൻ ആണ്, മറ്റേത് ഓഡ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈവനിലും നമുക്ക് എന്താണ് ഇവിടെ? എക്സ് പ്ലസ് 2 ആണ് നെക്സ്റ്റ്. അപ്പൊ താഴെ എടുത്ത് എഴുതി, എന്ത് എഴുതി ഞാന്? 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് എക്സ് പ്ലസ് 2. അതേപോലെ വൈന്റെ അകത്ത് വൈ പ്ലസ് 2 ആണ് വന്നത്. ഇനി അതിന്റെ പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2. ഫസ്റ്റ് എന്താ? എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു 2, എക്സ് ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2. ഫസ്റ്റ് എക്സ് വൈ ഇട്ടു പ്ലസ് ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അതിന് ഔട്ട്സൈഡ് എടുത്തു. ബാക്കി ആരും ഇവിടെ എക്സ് പ്ലസ് വൈ. 2ന് ഔട്ട്സൈഡ് എടുത്തു. ഇവിടെ എക്സ്, ഇവിടെ വൈ. ഇനി മൾട്ടിപ്ലൈ 2 ഇൻറ്റു എക്സ്, ഇവിടെ 2 ഇൻറ്റു എക്സ് ഉണ്ട്, പ്ലസ് 2 ഇൻറ്റു വൈ അതും ഉണ്ട്. 2 ഇൻറ്റു 2 എത്ര? 4. നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു, തന്നിരുന്നു അല്ലെ? 621. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പൊ അതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താവും? 621 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 50 പ്ലസ് 4 എന്തായി? 621 പ്ലസ് 2 ഇൻറ്റു 50 എത്രയാണ് അല്ലെ? 100 ആണ്. അപ്പൊ 100 പ്ലസ് 4 തമ്മിൽ ആഡ് ചെയ്യാം. 621 പ്ലസ് 100 പ്ലസ് 4 ദാറ്റ് ഈസ് 527. അപ്പൊ 725 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത്. അപ്പൊ ഇതോട് കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി.